ഹായ്. അപ്പൊ നമുക്ക് ഐശ്വര്യമായിട്ട് ICDS സൂപ്പർവൈസറിന് വേണ്ടിയിട്ടുള്ള സിലബസ് പഠിച്ചു തുടങ്ങാം. അപ്പോൾ നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് 20 മാർക്കിന്റെ ആ ഒരു വലിയ മൊഡ്യൂളിൽ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ ഒരു മൊഡ്യൂൾ കാണുകയാണെന്നുണ്ടെങ്കിൽ 20 മാർക്ക് ഇവിടെ കണ്ടു. പക്ഷെ ഇതിനെ പറ്റിയിട്ട് വലിയ കാര്യമായിട്ടൊന്നും നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടില്ല. എന്താണ് 20 മാർക്കിന് പഠിക്കേണ്ടത് എന്നൊന്നും വലിയ കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല അല്ലേ? ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ, ഗ്രാമസഭ, പൊതുജനാരോഗ്യ പ്രവർത്തനം, വിവിധ ക്ഷേമ സുരക്ഷിതത്വ പദ്ധതികൾ ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ 20 മാർക്കും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് എങ്ങനെ പഠിക്കും? ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ത്രിതല ഗ്രാമപഞ്ചായത്ത് സംവിധാനങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട്, ഗ്രാമസഭയിൽ നിന്നും വന്നിട്ടുണ്ട്. പിന്നെ പൊതുജന പ്രവർത്തനം, വിവിധ ക്ഷേമ സുരക്ഷിതത്വ പദ്ധതികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറണ്ട് അഫയർ ആയിട്ടും അതുപോലെ തന്നെ ഗവേണൻസിലൊക്കെ പഠിക്കുന്ന അതേ പോർഷൻസ് ഒക്കെ തന്നെയാണ്. ഓക്കെ, അപ്പൊ അത് നമുക്ക് ഡീപ്പായിട്ട് തന്നെ പഠിച്ചു പോവാം. വളരെ ചെറിയൊരു പോർഷൻ ആണെന്ന് തോന്നുമെങ്കിലും വാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിനുള്ളിലോട്ട് ഇറങ്ങുമ്പോൾ ഉണ്ട്. അപ്പൊ നന്നായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 20-ൽ ഒരു 18 17 മാർക്കെങ്കിലും നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. നല്ലോണം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനനുസരിച്ച് റിട്ടേൺസ് ഉണ്ടാവുന്ന ഒരു ഭാഗമാണ് എന്ത് ഈ ഒരു മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ ആ ഒരു സീരിയസ്നെസ്സിൽ പഠിക്കാൻ തുടങ്ങുക. അപ്പൊ നമുക്ക് ഐശ്വര്യമായിട്ട് പാഠഭാഗത്തേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ ത്രിതല പഞ്ചായത്ത് സംവിധാനം എങ്ങനെയാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്തൊക്കെ ഉള്ളത്? ആദ്യം തന്നെ ഏറ്റവും താഴെ തട്ടില് ഗ്രാമപഞ്ചായത്തുകളുണ്ട് അല്ലെ? ഏറ്റവും താഴെ തട്ടില് ഗ്രാമപഞ്ചായത്തുകളുണ്ട്. അതിന്റെ മുകളിൽ അപ്പെക്സ് ബോഡിയാണ് എന്ത്? വില്ലേജ് പഞ്ചായത്ത്. സെക്കൻഡ് ലെവലിൽ ആരുണ്ട്? വില്ലേജ് പഞ്ചായത്ത് ഉണ്ട്. സെക്കൻഡ് ലെവലിൽ വില്ലേജ് പഞ്ചായത്ത് ഉണ്ട്. തേർഡ് ലെവലിലായിട്ട് ജില്ലാ പഞ്ചായത്ത് ഉണ്ട്. നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ, പഞ്ചായത്ത് ഇലക്ഷന്റെ സമയത്ത് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ റൂറൽ ഏരിയയിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കോർപ്പറേഷനിലുള്ളവരെ പറ്റിയിട്ടോ മുനിസിപ്പാലിറ്റിയിലുള്ളവരെ പറ്റിയിട്ടോ അല്ല, സാധാരണ ഗ്രാമപ്രദേശത്തുള്ളവർ 3 വോട്ട് ചെയ്യും അല്ലേ? കാരണം എന്താണെന്ന് കഴിഞ്ഞാൽ ഈ ഗ്രാമപ്രദേശത്ത് ഉള്ളവരും അതുപോലെ തന്നെ ഈ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിലുള്ളവരും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. മുനിസിപ്പാലിറ്റിയിലുള്ളവർ ഒരൊറ്റ വോട്ടേ ചെയ്യത്തുള്ളൂ, അവരുടെ കൗൺസിലറെ തെരഞ്ഞെടുക്കാൻ വേണ്ടി മാത്രം. ഗ്രാമപഞ്ചായത്തിലുള്ളവര് ഗ്രാമപഞ്ചായത്തിൽ അവരുടെ മെമ്പറിനെ തെരഞ്ഞെടുക്കാനും അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിലെ മെമ്പറിനെ തെരഞ്ഞെടുക്കാനും ജില്ലാ പഞ്ചായത്തിലെ മെമ്പറിനെ തെരഞ്ഞെടുക്കാനും ഓരോരോ വോട്ടുകൾ ചെയ്യും. ഓക്കെ, 3 വോട്ടും ചെയ്യും. ഈ 3 തരത്തിലേക്കും എങ്ങനെയാണ്? ഡയറക്റ്റ് ഇലക്ഷൻ ആണ് നടക്കണേന്ന് അർത്ഥം. അപ്പൊ ഗ്രാമപഞ്ചായത്തിൽ നമ്മൾ ഒരു വോട്ട് ചെയ്ത് ആരെ തെരഞ്ഞെടുക്കും? നമ്മുടെ മെമ്പറിനെ തെരഞ്ഞെടുക്കും അല്ലെ? നമ്മൾ എന്തിലും ഏതിനും വിളിക്കുന്ന ഒരു മെമ്പർ ആണ് അല്ലെ? എന്താണ് എവിടെയെങ്കിലും ഒരു മരം വീണ് കിടന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും മെമ്പറെ ഒന്ന് വിളിച്ച് പറയണമെന്ന് പറയും അല്ലെ? അപ്പോ നമ്മൾ ഓരോരുത്തരും ഓരോ വാർഡിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന മെമ്പേഴ്സ് ആണ് എന്ത് ചെയ്യുക? ഗ്രാമപഞ്ചായത്തിൽ പോയിട്ട് അവരുടെ ഇടയിൽ ഒരു ഇൻഡയറക്റ്റ് ഇലക്ഷൻ നടന്നിട്ട് എന്ത് സംഭവിക്കും? പഞ്ചായത്ത് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കും. അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലെ മെമ്പേഴ്സ് ആണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുക. ജില്ലാ പഞ്ചായത്തിലെ നമ്മൾ തെരഞ്ഞെടുക്കുന്ന മെമ്പേഴ്സ് പോയിട്ടാണ് തെരഞ്ഞെടുക്കുക. ഓക്കെ, അപ്പോ ഇത് എങ്ങനെയാണ്? ഇതാണ് ത്രിതല പഞ്ചായത്ത് എന്ന് പറയുന്നത്. 3 തലത്തിലാണ് ഈ ഒരു പഞ്ചായത്ത് ഉള്ളത്. ഓക്കെ, അപ്പൊ അതാണ് ത്രിതല ഘടന എന്ന് പറയുന്ന കാര്യം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്ന് അറിയാം. അടുത്തത് കോർപ്പറേഷൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കേരളത്തിൽ ഒരു 6ഓളം കോർപ്പറേഷൻ ഉണ്ടാവും. കൊച്ചിൻ കോർപ്പറേഷൻ, ട്രാവൻകൂർ കോർപ്പറേഷൻ ഒക്കെ ഇല്ലേ? ഇവിടെ എങ്ങനെയാണ് സംഭവം? ഈ കോർപ്പറേഷൻ പരിധിയിലുള്ളവര് കോർപ്പറേഷനിലേക്ക് ഒരൊറ്റ വോട്ടേ ചെയ്യൂ. ഓക്കെ, കോർപ്പറേഷനിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ പോലുള്ള ആൾ ആരാണ്? അത് മേയർ ആണ് അല്ലെ? മേയർ ആണ്. മുനിസിപ്പാലിറ്റിയിലോ മുനിസിപ്പൽ ചെയർമാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? ഒരൊറ്റ വോട്ടേ നിങ്ങൾ ചെയ്യും. ഈ മുനിസിപ്പാലിറ്റിയുടെ മുകളിലാണ് കോർപ്പറേഷൻ എന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത്. അങ്ങനെ കരുതി കഴിഞ്ഞാൽ മാർക്ക് പോവും. ഇങ്ങനെയല്ല, ഇവർ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. ഇത് കോർപ്പറേഷന്റെ അടിയിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ അടിയിൽ കോർപ്പറേഷൻ അങ്ങനെ ഒന്നുമില്ല. ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള 2 ബോഡികളാണ് കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയും. ഇത് നഗരപ്രദേശങ്ങളാണ്, മറ്റത് എന്താണ്? ഗ്രാമപ്രദേശങ്ങളാണ്. അതാണ് അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി ഭരണഘടനയിൽ ഈ ത്രിതല പഞ്ചായത്തുകളെ പറ്റി പ്രതിപാദിക്കുന്നത് എവിടെയാണ്? 73, 74 ഭേദഗതികളിലാണ്. 73ാമത്തെ ഭേദഗതിയിൽ ത്രിതല പഞ്ചായത്തുകളെ പറ്റി പറയുമ്പോൾ 74ാമത്തെ ഭേദഗതിയിൽ എന്താണ്? നഗരപാലിക നിയമമാണ്. അതായത് നഗരപ്രദേശങ്ങളിൽ ഈ കോർപ്പറേഷനുകളെയും മുനിസിപ്പാലിറ്റികളെയൊക്കെ പറ്റി പറയുന്നത് 74ാമത്തെ ഭേദഗതിയിലാണ്.
ഓക്കെ. 73ാമത്തെ ഭേദഗതിയിലോ? 73ാമത്തെ ഭേദഗതിയിൽ പഞ്ചായത്തുകളെ പറ്റി പറയുന്നതാണ്. അപ്പൊ ഈ ഭേദഗതികൾ നിലവിൽ വന്നപ്പോ എന്തായി? 11, 12 എന്നീ പട്ടികകളും ഉൾപ്പെടുത്തി. ഓക്കെ. അപ്പൊ ഭരണഘടനയിൽ പഞ്ചായത്തുകളെ പറ്റി പറയുന്നത് എവിടെയൊക്കെയാണ്? 73, 74 ഭേദഗതികളിലാണ്. ഇതിന്റെ ഒപ്പം തന്നെ 11, 12 എന്നീ പട്ടികകളും കൂടി ഉൾപ്പെടുത്തി. എന്തൊക്കെ കാര്യങ്ങളാണ് പഞ്ചായത്തുകൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവരുടെ അധികാരങ്ങളൊക്കെ ഉൾപ്പെടുത്തിയ 2 ഷെഡ്യൂളുകളാണ് 11, 12 എന്നിവ. ഓക്കെ അല്ലേ? ഈ 2 ഭേദഗതികൾ വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് പഞ്ചായത്തുകൾ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളുടെ ഭരണഘടനയിൽ കൃത്യമായിട്ട് ഒരു നിയമമോ ഒരു ആക്ട് ഉണ്ടായിരുന്നില്ല. ഭരണഘടനയിൽ കൃത്യമായിട്ട് ആർട്ടിക്കിൾസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ 243 മുതൽ 243 വരെ എന്തുണ്ട്? പഞ്ചായത്തുകളെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോ ഈ ഒരു ഭേദഗതി വരുന്നതിന് മുമ്പ് ആർട്ടിക്കിൾ 40 എന്ന് പറയുമ്പോൾ എവിടെയാണെന്ന് അറിയോ? ആർട്ടിക്കിൾ 40 എന്ന് പറയുമ്പോൾ DPSP യിലാണ് ഉൾപ്പെടുത്തിയിരുന്നത്. DPSP എന്താണെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് ഭരണഘടന എടുക്കുമ്പോൾ പഠിപ്പിച്ചു തരാം. എന്നാലും കുറച്ചൊരു ഐഡിയ ഉണ്ടാവും പറയാം. നമ്മളോടിപ്പോ അച്ഛനും അമ്മയും ചില കാര്യങ്ങൾ നിർബന്ധമായിട്ട് പറയും. ചില കാര്യങ്ങൾ എന്താണ്? കുഴപ്പമില്ല, ചെയ്താൽ നല്ലത് എന്നുള്ള പോലെ പറയും. അതുപോലെയാണ് ഇന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ച് കഴിഞ്ഞാൽ നല്ലതാണ് എന്ന് ഭരണഘടന സംസ്ഥാനങ്ങളോട് മാത്രമല്ല രാജ്യത്തോട് പറയുന്നതാണ് DPSP. അതായത് മദ്യനിരോധനം നടത്തിയ നല്ലതാണ്, കോർപ്പറേറ്റീവ് സൊസൈറ്റികൾ സ്ഥാപിച്ച നല്ലതാണ്, അതുപോലെ തന്നെ പഞ്ചായത്തുകൾ സ്ഥാപിച്ച നല്ലതാണ് എന്ന് പറയുന്നതാണ് ഏത്? ആർട്ടിക്കിൾ 40 എന്ന് പറയുന്നത്. ഓക്കെ. അത് DPSP ആയതുകൊണ്ട് തന്നെ ഇപ്പൊ DPSP പറഞ്ഞുള്ള ഒരു കാര്യം വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെ പോകാൻ പറ്റില്ല, കോടതിയിലൊന്നും പോകാൻ പറ്റില്ല. അപ്പൊ ആർട്ടിക്കിൾ 40 മുമ്പ് പഞ്ചായത്തുകൾ സ്ഥാപിക്കുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് പഞ്ചായത്തുകൾ സ്ഥാപിക്കുന്നതിനെ പറ്റി മഹാത്മാഗാന്ധി വളരെയധികം താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. ഗ്രാമസ്വരാജ് എന്നൊക്കെ അദ്ദേഹം എപ്പോഴും എടുത്തെടുത്ത് പറഞ്ഞിരുന്നതാണ്. എന്നിരുന്നാലും അംബേദ്കറിന്റെ ഒപ്പം തന്നെയുള്ള ചില നേതാക്കളും പഞ്ചായത്തുകൾ സ്ഥാപിക്കുന്നതിനെ വളരെ നഖശിഖാന്തം എതിർക്കുകയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ പഞ്ചായത്തുകൾ സ്ഥാപിക്കുന്നതിനെ പറ്റിയിട്ട് ആർട്ടിക്കിൾ 40 ഒതുക്കുകയുണ്ടായിരുന്നത്. ഭാവിയിൽ പിന്നെയാണ് 73, 74 ഭേദഗതി നരസിംഹറാവു ഗവൺമെന്റിന്റെ കാലത്ത് വരുന്നത്. കേട്ടോ? ചരിത്രം നോക്കാം. ഗ്രാമസ്വരാജിനെ ഏറെ അനുകൂലിച്ചിരുന്ന ഒരാളാണ് ഗാന്ധി. ഓക്കെ. പക്ഷെ അംബേദ്കർ എന്താണ്? അതിനെ എതിർക്കുകയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ആർട്ടിക്കിൾ 40 മാത്രമായിട്ട് ഒതുങ്ങിപ്പോയി. ഇനി നിങ്ങൾക്ക് പഞ്ചവത്സര പദ്ധതികളെ പറ്റി അറിയാലോ. പഞ്ചവത്സര പദ്ധതികളുടെ കാലത്ത് തുടങ്ങിയപ്പോൾ എപ്പോഴാണ് പഞ്ചവത്സര പദ്ധതികൾ തുടങ്ങിയപ്പോൾ 1952 ഒരു പ്രോഗ്രാം കൊണ്ടുവന്നു. ആ പരിപാടിയുടെ പേരാണ് CDP. CDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണ്. അതായത് കൊച്ചു പ്രൊജക്ട് ഒരു 55ഓളം പ്രൊജക്റ്റുകളാക്കി തിരിച്ചിട്ട് ആ ഒരു ഏരിയയിൽ പല കാര്യങ്ങളും കാർഷിക ഡെവലപ്മെന്റും സ്വയം തൊഴിൽ ഡെവലപ്മെന്റും അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു പരിപാടി നടത്തി. ഓക്കെ. അതിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മീഷൻ വന്നു. ആ കമ്മീഷന്റെ പേരാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. ഓക്കെ. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി വന്നിട്ട് CDP നെ പറ്റി മാത്രമല്ല പഠിച്ചത്. എന്നിട്ട് ഈ CDP പോലത്തെ പരിപാടിയൊക്കെ നന്നായി നടക്കുക പഞ്ചായത്ത് പോലെ ഒരു സംഭവം ഉണ്ടെങ്കിലാണ് കൂടുതൽ നന്നായി നടക്കാൻ നല്ലത്. അല്ലേ? അതായത് ഇപ്പൊ CDP ഒക്കെ എങ്ങനെയാണ്? അങ്ങ് മോളില് ഇവിടെ കേന്ദ്രത്തിൽ എഴുതി പറയും ഇങ്ങനെ ചെയ്യണമെന്ന്. അതിനേക്കാൾ നല്ലത് ഏറ്റവും താഴെ തട്ടിലായിട്ട് ഒരു പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആണ് നന്നായിട്ട് നടപ്പിലാക്കാൻ സാധിക്കുക എന്ന് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി പറയുകയുണ്ടായി. ഓക്കെ. അപ്പൊ കമ്മിറ്റിയുടെ ശുപാർശകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളിപ്പോ കാണുന്ന പോലെ ഒരു ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം വേണമെന്ന് കമ്മിറ്റി ശുപാർശ ചെയ്തിരുന്നു. നമുക്കൊരു 3 തലത്തിലായിട്ട് പഞ്ചായത്ത് രാജ് സംവിധാനം കൊണ്ടുവരണം. ഗ്രാമപഞ്ചായത്ത്, സെക്കൻഡ് ലെവലിൽ പഞ്ചായത്ത് സമിതി, അടുത്തതായിട്ട് ജില്ലാ പരിഷത്ത് എന്നൊക്കെ കേട്ട് കാണും നിങ്ങൾ. ഈ LSGSന്റെ എക്സാം ഒക്കെ ഇപ്പൊ കഴിഞ്ഞുകൊണ്ട് കുറെ പേർക്കൊക്കെ ഇതിനെ പറ്റിയൊരു ഐഡിയ ഒക്കെ കാണും. ഓക്കെ. ഗ്രാമപഞ്ചായത്ത് രൂപീകരിക്കുന്നതിന് നേരിട്ട് തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളും. അപ്പൊ ഗ്രാമപഞ്ചായത്തിൽ എങ്ങനെയാണ്? നേരിട്ട് വേണം. പഞ്ചായത്ത് സമിതിയും ജില്ലാ പരിഷത്തിനും പരോക്ഷമായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളും മതി എന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ പോലെയല്ല. പുള്ളി പറഞ്ഞത് ഏറ്റവും താഴെ തട്ടിലുള്ള ഗ്രാമപഞ്ചായത്തിന് ആര് വേണം? തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾ. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ജില്ലാ പരിഷത്തിന് പിന്നെ അതുപോലെ പഞ്ചായത്ത് സമിതിക്കും എങ്ങനെ വേണം?
പരോക്ഷമായതും മതി എന്ന് പറയുന്നു. ഓക്കെ. പഞ്ചായത്ത് സമിതി എക്സിക്യൂട്ടീവ് ബോഡി. പഞ്ചായത്ത് സമിതി അതായത് സെക്കൻഡ് ലെവലിലുള്ള ഫസ്റ്റ് ലെവലിൽ ഉള്ളത് എന്താണ് ഗ്രാമപഞ്ചായത്താണ്. സെക്കൻഡ് ലെവലിലുള്ള പഞ്ചായത്ത് സമിതി എന്ന് പറയുന്നത് ആരായിരിക്കണം? എക്സിക്യൂട്ടീവ് ബോഡി ആയിരിക്കണം. ജില്ലാ പരിഷത്ത് എന്ന് പറയുന്നത് ഉപദേശക മേൽനോട്ട സമിതിയും ആയിരിക്കണം. ജില്ലാ കളക്ടർ ആയിരിക്കണം ആര്? ജില്ലാ പരിഷത്ത് ചെയർമാൻ. ഓക്കെ. അപ്പൊ എന്തൊക്കെയാണ് ബൽവന്ത് മേത്ത പറഞ്ഞത്? നമുക്ക് ത്രിതല പഞ്ചായത്തുകൾ വേണം. ഏറ്റവും താഴെത്തട്ടിലുള്ള ഗ്രാമപഞ്ചായത്തിൽ നേരിട്ടുള്ള പ്രതിനിധികൾ ആണ് വേണ്ടത്. അത് കഴിഞ്ഞിട്ട് പഞ്ചായത്ത് സമിതി എക്സിക്യൂട്ടീവ് ബോഡി ആയിരിക്കും. ഓക്കെ. അതിന് മുകളിലുള്ള ബോഡി എന്താണ്? അവരെ ആയിരിക്കും എല്ലാം ഒന്ന് ഓവർലുക്ക് ചെയ്യുന്നത്. പിന്നെ ജില്ലാ പരിഷത്ത് ജില്ലാ പരിഷത്തിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ജില്ലാ കളക്ടർ ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി അടുത്തതായിട്ട് വരുന്നതാണ് അശോക് മേത്ത കമ്മിറ്റി. ഇതിലൊരു കിടിലൻ ചോദ്യം ഉണ്ട്, നിങ്ങൾ നോട്ടിലൊന്നും എഴുതി വെക്കാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അശോക് മേത്ത കമ്മിറ്റിയിൽ ഉൾപ്പെട്ടിട്ടുള്ള മലയാളി ആര്? ആരാണ് അശോക് മേത്ത കമ്മിറ്റിയിൽ ഉൾപ്പെട്ടിട്ടുള്ള മലയാളി എന്ന് പറയുന്നത്? അത് EMS ആണ് കേട്ടോ. ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിന് പകരം ജില്ലാ പരിഷത്ത്, ജില്ലാതലം, മണ്ഡൽ പഞ്ചായത്ത്, ഒരു കൂട്ടം ഗ്രാമങ്ങൾ എന്നീ ദ്വിതല സംവിധാനം കൊണ്ടുവരണം. അപ്പൊ ദ്വിതല സംവിധാനം കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ്? അശോക് മേത്ത കമ്മിറ്റിയാണ്. ഓക്കെ. അശോക് മേത്ത കമ്മിറ്റിയാണ് ദ്വിതല സംവിധാനം കൊണ്ടുവരണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയുള്ള ക്വസ്റ്റ്യൻ ആണ് മണ്ഡൽ പഞ്ചായത്ത് എന്ന് പറയുന്ന സംവിധാനം കൊണ്ടുവരണം എന്ന് പറഞ്ഞത് ആര്? അത് അശോക് മേത്ത കമ്മിറ്റിയാണ്. ജില്ലാ പരിഷത്ത് എക്സിക്യൂട്ടീവ് ബോഡിയും ജില്ലാ തലത്തിൽ ആസൂത്രണത്തിന്റെ ഉത്തരവാദിത്വവുമായിരിക്കും. അപ്പൊ ഏറ്റവും കൂടുതൽ അധികാരം വരുന്നത് ജില്ലാ പരിഷത്തിലാണ് കേട്ടോ. ഒരു എക്സിക്യൂട്ടീവ് ബോഡി ആയിരിക്കണം. ജില്ലാ തലത്തില് ആസൂത്രണത്തിന്റെ ഉത്തരവാദിത്വം ഉള്ളത് ആർക്കാണ്? ജില്ലാ പരിഷത്തിനാണ്. ഈ ജില്ലാ പരിഷത്ത്, മണ്ഡൽ പഞ്ചായത്ത് എന്നിവർക്കുണ്ടല്ലോ, അവർക്ക് സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങൾ ഉണ്ടാവുമല്ലോ അവരുടെ കാര്യങ്ങൾ നടത്താൻ. അതിന് വേണ്ടിയിട്ട് എന്താണ്, അവർക്ക് നിർബന്ധിതമായിട്ടും നികുതി പിരിക്കാനുള്ള അവകാശങ്ങൾ ഉണ്ടായിരിക്കണമെന്നും അശോക് മേത്ത കമ്മിറ്റി പറയുന്നു. ഓക്കെ അല്ലേ? അടുത്തതാണ് GVK റാവു കമ്മിറ്റി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജില്ലാ വികസന കമ്മീഷണറുടെ തസ്തിക സൃഷ്ടിക്കും എന്ന് പറയുന്നതാണ്. ജില്ലാ വികസന കമ്മീഷണറുടെ തസ്തിക സൃഷ്ടിക്കും എന്ന് പറയുന്നത് ഏതാണ്? അത് GVK റാവു കമ്മിറ്റി 1985-ലാണ്. ഓക്കെ. പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളുടെ തലങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് മുടക്കമില്ലാതെ നടപ്പിലാക്കണമെന്നും GVK റാവു കമ്മിറ്റി പറയുന്നു. അടുത്ത നോക്കിയേ, LM സിംഗ്വി കമ്മിറ്റി. LM സിംഗ്വി കമ്മിറ്റി പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? പഞ്ചായത്ത് രാജ് സംവിധാനങ്ങൾ ഭരണഘടനാപരമായിട്ട് അംഗീകരിക്കപ്പെടണമെന്ന് സമിതി ശുപാർശ ചെയ്തു. ഭരണഘടനാപരമായിട്ട് അംഗീകരിക്കപ്പെടണമെന്ന് പല കമ്മിറ്റികളും പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ഓപ്ഷൻ നോക്കി ഉത്തരം എഴുതണം. അശോക് മേത്ത കമ്മിറ്റിയും ഭരണഘടനാപരമായിട്ട് അംഗീകരിക്കപ്പെടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ തുങ്കൻ കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റി ഉണ്ട്, അവരും പറഞ്ഞിട്ടുണ്ട്. LM സിംഗ്വി കമ്മിറ്റിയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ മൂന്നെണ്ണത്തിൽ ഏതാണോ ഓപ്ഷനിൽ കാണുന്നത് അത് നോക്കിയിട്ട് നിങ്ങൾ ഉത്തരത്തിൽ എഴുതുക. ഓക്കെ. അപ്പൊ അതായത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വെക്ക്, ഭരണഘടനാപരമായിട്ട് പഞ്ചായത്ത് രാജിനെ അംഗീകരിക്കപ്പെടണമെന്ന് പറഞ്ഞത് ആരൊക്കെ? ഒന്ന് നമ്മുടെ LM സിംഗ്വി കമ്മിറ്റി, പിന്നെ PK തുങ്കൻ കമ്മിറ്റി, പിന്നെ അശോക് മേത്ത കമ്മിറ്റി. ഇത്തരം കാര്യങ്ങളൊന്നും നോട്ട്ബുക്കിൽ എഴുതി വെച്ചേക്കാം. എന്നിട്ട് ഏതാണ് ഓപ്ഷനിൽ വരുന്നത് അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യണം കേട്ടോ. പിന്നെ സ്വതന്ത്രവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പ് വേണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭരണഘടനാ വ്യവസ്ഥകൾ ഉണ്ടാവണം എന്നൊക്കെ നമ്മളുടെ ആര് പറയുന്നു? LM സിംഗ്വി കമ്മിറ്റി പറയുന്നു. അതുപോലെ തന്നെ ധനസഹായം കൊടുക്കണം ഗ്രാമപഞ്ചായത്തുകൾക്ക്. പിന്നെ അതുപോലെ തന്നെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലേക്ക് എന്താണ് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ പലതരത്തിലുള്ള ഡിസ്പ്യൂട്ടുകളും വരും. ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പലതരത്തിലുള്ള പ്രശ്നങ്ങളും വരും. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തീർപ്പിലാക്കാൻ വേണ്ടിയിട്ട് ജുഡീഷ്യൽ ട്രൈബ്യൂണലുകളൊക്കെ സ്ഥാപിക്കണമെന്ന് ആര് പറയുന്നു? LM സിംഗ്വി കമ്മിറ്റി പറയുന്നു. ഓക്കെ. അപ്പൊ പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ട് ജുഡീഷ്യൽ ട്രൈബ്യൂണലുകൾ സ്ഥാപിക്കണമെന്ന് പറഞ്ഞത് ഏത് കമ്മിറ്റിയാണ്? LM സിംഗ്വി കമ്മിറ്റിയാണ്. ഓക്കെ ആണല്ലോ ഇതുവരെ പറഞ്ഞത്? ഒരു സംശയവുമില്ലല്ലോ. സംശയം ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് പ്ലേ ബാക്ക് ചെയ്തിട്ട് വീണ്ടും കേൾക്കുക കേട്ടോ. അങ്ങനെ ചരിത്രം തുടരുകയാണ്. 1959 ഒക്ടോബർ 2-ന്, ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? ഒക്ടോബർ 2 എന്ന് പറഞ്ഞാൽ ഗാന്ധി ജയന്തി ആണല്ലേ. ആദ്യമായിട്ട് രാജസ്ഥാനില് ജനാധിപത്യ വികേന്ദ്രീകരണത്തിനായിട്ട് നമ്മുടെ പഞ്ചായത്ത് രാജ് നടപ്പിലാക്കുകയാണ്.
ഏത് ജില്ലയിലാണ് അത് വന്നത് ആദ്യമായിട്ട്? നാഗൂർ ജില്ലയിലാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളുടെ തന്നെ എക്സാമിന് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് 1959 എന്ന് പറയുമ്പോൾ സമയം ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, ഇത് വന്നിട്ടുള്ളത് നമ്മുടെ സ്വന്തം ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് ഒക്കെ അനുസരിച്ചാണ്. അതുപോലെ തന്നെ 1989 രാജീവ് ഗാന്ധിയുടെ കാലത്ത് ഒരു 64-ാം ഭേദഗതി ബില്ല് വഴി കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു ആര്? രാജീവ് ഗാന്ധി. പക്ഷെ നടന്നില്ല. ഓക്കെ, 1964 പക്ഷെ അത് നടന്നില്ല. എന്താ കാരണം? ആ സമയത്ത് ഉപരിസഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യസഭ അത് തള്ളിക്കളയാണ് ഉണ്ടായത്. ഓക്കെ, ഇതും നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, അപ്പൊ നോക്കൂ, ഇതാണ് നിങ്ങളുടെ കഴിഞ്ഞ പ്രാവശ്യം എക്സാമിന് ചോദിച്ചത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് നെഹ്റു പഞ്ചായത്ത് രാജ് സംവിധാനം ഉദ്ഘാടനം ചെയ്തത് രാജസ്ഥാനിലെ ഡാഷിലാണ്. എവിടെയാണ്? നാഗൂർ ജില്ലയിൽ ആണ് കേട്ടോ. എനിക്ക് ചെറിയൊരു പനിയുണ്ട്, അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ക്ഷമിക്കുക, ചില എന്താ പറയാ, ക്ലാസ് എടുക്കുന്നതിൽ ഒരു എനർജി കുറവുണ്ടെന്നുണ്ടെങ്കിൽ. 73, 74 ഭരണഘടനാ ഭേദഗതികൾക്ക് മുമ്പ് പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസ്സാവാതെ പോയ പഞ്ചായത്ത് രാജ് നഗരപാലകവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഇപ്പൊ നമ്മൾ കണ്ടുള്ളൂ അല്ലെ, 64, 65 കേട്ടോ. 64, 65 അത് രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിലാണ് ഉണ്ടായത്. 64, 65 ഭേദഗതികൾ കേട്ടല്ലോ. അപ്പൊ അതിലൊരു കാര്യം കൂടി നിങ്ങൾ ഓർത്തു വെച്ചേക്ക, എവിടെ ലോക്സഭ പാസ്സാക്കി, രാജ്യസഭയിലാണ് പാസ്സാവാതെ പോയത്. ഈ നമ്മുടെ 73, 74 ഭേദഗതികൾ ഉള്ളത് ഏത് പാർട്ടിലാണ്? 9ാമത്തെ പാർട്ടിലാണ്, 9th പാർട്ടിലാണ്. ഈ 9th പാർട്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള ചില ഏരിയകളുണ്ട്. അതായത് ഇപ്പൊ ഒരുപാട് ട്രൈബൽ ഭൂരിപക്ഷമുള്ള ഏരിയകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് ഒരു നാട്ടുകൂട്ടം പോലത്തെ പരിപാടികളുണ്ട്. അപ്പൊ അതുകൊണ്ട് അവിടെ നമ്മൾ ഗവൺമെന്റ് പോയിട്ട് പുതിയതായിട്ടൊരു സാധനം ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അവർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനത്തെ കാരണങ്ങൾ കൊണ്ട് ചില ഏരിയകൾ ഒഴിവാക്കിയിട്ടുണ്ട്. അത് ഏതാന്ന് ഇപ്പൊ പറഞ്ഞുതരാം. മണിപ്പൂരിലെ ഹിൽ ഏരിയകൾ, നാഗാലാൻഡ്, മിസോറാം എന്നീ സംസ്ഥാനങ്ങൾ. ഓക്കെ, ആ സംസ്ഥാനങ്ങൾ മുഴുവൻ, മണിപ്പൂരിലെ ഹിൽ ഏരിയകളും നാഗാലാൻഡ്, മേഘാലയ, മിസോറാം എന്നീ മുഴുവൻ സംസ്ഥാനങ്ങളും. പിന്നെ പശ്ചിമ ബംഗാളിലെ ഡാർജിലിംഗ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഡാർജിലിംഗ് ഗൂർഖ ഹിൽ കൗൺസിലിൽ അതായത് ഈ പശ്ചിമ ബംഗാളിൽ ഒരു സ്ഥലമുണ്ട്, അവിടെ ഗൂർഖ ഹിൽ കൗൺസിൽ ഓൾറെഡി ഉണ്ട്. ഓക്കെ, അപ്പൊ അവിടെ എന്താണ്, ഈ നിയമങ്ങൾ ജില്ലാതല നിയമങ്ങൾ ബാധകമല്ല. ഓക്കെ, ജില്ലാതലത്തിലുള്ള നിയമങ്ങൾ ബാധകമല്ല. അപ്പൊ അരുണാചൽ പ്രദേശിന് അതുപോലെ തന്നെ സംവരണ വ്യവസ്ഥകളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ അരുണാചൽ പ്രദേശിൽ നമ്മൾ കൊടുക്കുന്ന സംവരണ പ്രദേശം നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പശ്ചിമ ബംഗാളിലെ ഡാർജിലിംഗ് ജില്ലയിൽ ഓൾറെഡി ഗൂർഖ ഹിൽ കൗൺസിൽ ഉണ്ട്, അപ്പൊ അതുകൊണ്ട് അവിടെ ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ മണിപ്പൂർ ഹിൽ ഏരിയകൾ, അതുപോലെ നാഗാലാൻഡ്, മേഘാലയ, മിസോറാം എന്നീ മുഴുവൻ സംസ്ഥാനങ്ങൾ. ഓക്കെ അല്ലേ? 20 ലക്ഷത്തിൽ താഴെ ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങളിൽ ഇന്റർമീഡിയറ്റ് ലെവൽ പഞ്ചായത്തുകൾ രൂപീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതായത് ബ്ലോക്ക് ലെവൽ, ഇന്റർമീഡിയറ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലോക്ക് ലെവലാണ്, അത് രൂപീകരിക്കേണ്ട ആവശ്യമില്ല. അടുത്താണ് ഗ്രാമസഭ. പഞ്ചായത്ത് രാജിന്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള സ്ഥാപനമാണ് ഗ്രാമസഭ. നമുക്ക് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ള സംഭവമാണ് അല്ലെ, പ്രത്യേകം നമ്മുടെ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുള്ള സാധനമാണ്. ഒരു പഞ്ചായത്തിന്റെ പ്രദേശത്ത് രജിസ്റ്റർ ചെയ്ത എല്ലാ വോട്ടർമാരും ഉൾപ്പെടുന്ന ഒരു ഗ്രാമ അസംബ്ലിയാണ് കേട്ടോ. അതായത് ഇപ്പം ഗ്രാമസഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് ഒരു സംശയം വരും. നമ്മളുടെ ഈ 73ാമത്തെ ഭേദഗതി അനുസരിച്ചിട്ട് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ പഞ്ചായത്ത് തന്നെയാണ് ഗ്രാമസഭ. ആ പഞ്ചായത്തിന്റെ കീഴിലുള്ള മുഴുവൻ ആൾക്കാരും ഗ്രാമസഭയിൽ ഉൾപ്പെടും. നമുക്കൊക്കെ എങ്ങനെയാണ്? വാർഡ് തലങ്ങളിലാണ് ഗ്രാമസഭ കൂടുക. അപ്പൊ രണ്ടും കൂടിയിട്ട് ഇതാക്കട്ടെ, രണ്ടും ശരി തന്നെയാണ് കേട്ടല്ലോ. അപ്പൊ ഒരു പഞ്ചായത്തിന്റെ പ്രദേശത്ത് രജിസ്റ്റർ ചെയ്ത എല്ലാ വോട്ടർമാരും ഉൾപ്പെടുന്ന ഗ്രാമ അസംബ്ലിയാണ് ഗ്രാമസഭ. ഏത്? 73ാമത്തെ ഭേദഗതി അനുസരിച്ച് പഞ്ചായത്ത് രാജ് ആക്ട് 243A ഗ്രാമസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇത് നിങ്ങൾ ഏതൊറക്കത്തിൽ ചോദിച്ചാലും പറയണം കേട്ടോ. 243A ആണ് ഗ്രാമസഭ. 243A ആണ് എന്ത്? ഗ്രാമസഭ. അപ്പൊ നിങ്ങളുടെ എങ്ങനെ കാര്യം എന്നറിയോ? നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ജോലി ഇല്ലാതിരിക്കുകയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ചുമ്മാ പറഞ്ഞേക്കുക, ഞാനൊരു എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയിൽ, ഞാനൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ഥാപനത്തിൽ, ഭരണഘടനാ സ്ഥാപനത്തിൽ അംഗമാണെന്ന് ചുമ്മാ തട്ടിവിട്ടേക്കും, ഒരു കുഴപ്പമില്ല. കാരണം എന്താണ്? 243A പറയുന്ന ഗ്രാമസഭയിൽ നിങ്ങൾ അംഗമാണ്. അത് ഭരണഘടനാപരമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് കേട്ടോ.
അപ്പോൾ ഗ്രാമസഭയുടെ കാര്യങ്ങൾ 3 മാസത്തൊരിക്കല് ഗ്രാമസഭ ചേരണം കേട്ടോ. 3 മാസത്തിലൊരിക്കല് ഗ്രാമസഭ ചേരണം. ഗ്രാമസഭയുടെ കൺവീനർ ആരായിരിക്കും? ഗ്രാമസഭയുടെ കൺവീനർ എന്ന് പറഞ്ഞാൽ മെമ്പറാണ്. മെമ്പറാണ് ഗ്രാമസഭ വിളിച്ചു കൂട്ടുക കേട്ടോ. അതുപോലെ പല പല പദ്ധതികൾ, ഇപ്പോൾ PMAY, ഇപ്പോൾ പ്രധാനമന്ത്രി ഗ്രാമീണ ആവാസ് യോജന, അങ്ങനത്തെ പരിപാടികൾക്കൊക്കെ ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത് ഗ്രാമസഭകളാണ്. വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവരും അതത് പ്രദേശങ്ങളിലെ ഗ്രാമസഭകളിലെ അംഗമാണ്. ആരോടും ചോദിക്കണ്ട, നിങ്ങളുടെ ഗ്രാമസഭയിൽ പോയിരിക്കുന്ന നേരത്ത് ആരോടും ചോദിക്കുകയും പറയുകയും വേണ്ട. നിങ്ങൾ അവിടുത്തെ അംഗമാണ്, ഓട്ടോമാറ്റിക്കലി അവിടുത്തെ അംഗമായിട്ട് മാറും. ഓക്കെ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ കഴിഞ്ഞ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്നവയിൽ അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏതാണ്? ആ വാർഡിലെ മുഴുവൻ വോട്ടർമാരുടെയും സഭയാണ്. അത് കറക്റ്റ് ആണ് അല്ലെ? നമ്മളിപ്പോ പഠിച്ചേ ഉള്ളൂ. പിന്നെ ഗുണഭോക്തൃ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഗ്രാമസഭയിലാണ് അല്ലെ? ഗുണഭോക്തൃ തെരഞ്ഞെടുപ്പ് എപ്പോഴാണ് നടക്കുക? നമ്മൾ ഏതൊരു പദ്ധതിയുടെ ആയിക്കോട്ടെ അതിന്റെ ഗുണഭോക്തൃ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഗ്രാമസഭയിലാണ്. ക്വാറം തികയാത്ത ഗ്രാമസഭകൾ രണ്ടാമത് നടത്തണം. 2 മാസത്തിലൊരിക്കൽ ഗ്രാമസഭ നടത്തണം എന്നുള്ളതാണ് തെറ്റ്. അതെന്താണ്? 3 മാസത്തിൽ ഒരിക്കലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഗ്രാമസഭകളുടെ അധികാരം അല്ലാത്തത് ഏതെന്ന് ചോദിച്ചിരിക്കുന്നത്. ഗുണഭോക്തൃ പട്ടിക അംഗീകരിക്കുക, അത് correct ആണ്. വോട്ടർ പട്ടിക പുതുക്കുക, അതല്ല, അതൊക്കെ ഇലക്ഷൻ കമ്മീഷൻ ചെയ്തോളും, ഇവരുടെ കാര്യമില്ല. വികസന ആസൂത്രണ നിർദ്ദേശങ്ങൾ നൽകുക, അത് ഗ്രാമസഭയ്ക്ക് ചെയ്യാം. വാർഡിലെ വോട്ടർ പട്ടികയിൽ തിരുത്തലുകൾ വരുത്തുക, അതും തെറ്റാണ്. അപ്പോൾ 2ഉം 4ഉം ആണ്. ഇനി സീറ്റുകളുടെ റിസർവേഷൻ, എങ്ങനെയാണ് റിസർവേഷൻ നടത്തുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. എങ്ങനെയാണ്? SC/ST വിഭാഗങ്ങൾക്ക് 3 തലങ്ങളിലും ജനസംഖ്യാ ശതമാനത്തിനനുസൃതമായിട്ട് സംവരണം നൽകണം. വനിതകൾക്കായി എങ്ങനെയാണ്? സീറ്റുകളുടെ 1/3 കുറയാതെ എല്ലാ തലങ്ങളിലും കേട്ടോ, എല്ലാ തലങ്ങളിലും എന്താണ് റിസർവേഷൻ നൽകണം. സ്ത്രീകൾക്കായിട്ട് നീക്കി വെക്കേണ്ട മൊത്തം സീറ്റുകളുടെ 1/3 കുറയരുത്. ഓക്കെ, എല്ലായ്പ്പോഴും. പിന്നെ എന്താണ്? പിന്നാക്ക വിഭാഗങ്ങൾക്ക് അനുകൂലമായി പഞ്ചായത്തിന്റെ ഏതെങ്കിലും തലത്തിലോ ചെയർപേഴ്സൺ പദവിയോ സ്ത്രീകൾ സംവരണം ചെയ്തതിനെ കുറിച്ച് തീരുമാനം എടുക്കേണ്ടത് സംസ്ഥാന നിയമസഭകളാണ്. അതായത് ഈ OBC വിഭാഗങ്ങളില്ലേ, OBC വിഭാഗങ്ങൾക്ക് സംവരണം കൊടുക്കണം എന്നുള്ള കാര്യം നിർബന്ധമായിട്ട് ഭരണഘടന നമ്മളോട് പറഞ്ഞിട്ടില്ല. അത് സംസ്ഥാന നിയമസഭയ്ക്ക് എടുക്കാവുന്ന തീരുമാനമാണ്. അപ്പൊ പിന്നാക്ക വിഭാഗങ്ങൾക്ക് സംവരണം കൊടുക്കണം എന്നൊരു സ്റ്റേറ്റ്മെന്റ് ആയത് തെറ്റാണ്. അതിന്റെ കാരണം എന്താണ്? സംസ്ഥാനം തീരുമാനിക്കുന്ന പോലെ, ഓരോ സംസ്ഥാനങ്ങളിലും ഉള്ള പോലെയാണ് കാര്യങ്ങൾ കേട്ടോ. അപ്പൊ ഇത് നോക്കി, നിങ്ങളുടെ പരീക്ഷയ്ക്ക് കഴിഞ്ഞ തവണ വന്നിരുന്ന ക്വസ്റ്റ്യൻ ആണ്. പഞ്ചായത്ത് രാജ് സംവിധാനത്തിനെ സ്കൂൾ ഓഫ് ഡെമോക്രസി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? MN റോയ് ആണ് ട്ടോ. അതുപോലെ തന്നെ ഭൂപരിഷ്കരണത്തിന്റെ ഉപാധിയായി പഞ്ചായത്ത് രാജിനെ ഉപയോഗിച്ചത്, അത് പശ്ചിമ ബംഗാളാണ്. പശ്ചിമ ബംഗാളാണ്. കേരള പഞ്ചായത്ത് രാജ് ആക്ട്, അപ്പൊ നമ്മുടെ 1992-ലെ 73-ാം ഭേദഗതി അനുസരിച്ചിട്ട് നമ്മളുടെ കേന്ദ്ര തലത്തിൽ തന്നെ എന്ത് വന്നു? പഞ്ചായത്ത് രാജ് വന്നു. അപ്പൊ അതിനനുസൃതമായിട്ട് നമ്മളുടെ പല കാര്യങ്ങളും പറയുന്നത് സ്റ്റേറ്റിന് തീരുമാനിക്കാം, സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാം എന്നാണ് അല്ലെ? അപ്പൊ അതിനനുസൃതമായിട്ട് നമ്മൾക്ക് വന്നിട്ടുള്ള പഞ്ചായത്ത് രാജ് ആക്ട്, നമ്മൾക്കൊരു പഞ്ചായത്ത് രാജ് ആക്ട് വരുവാണ്. അപ്പൊ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകൾ രൂപീകരിച്ച് പഞ്ചായത്തുകളെ ത്രിതല ഘടനയിൽ സ്ഥാപിച്ചു. അപ്പൊ KPRA ആക്ട് 1999 ആണ് പ്രധാനമായിട്ട് പറയുന്നത്. അപ്പൊ എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്ന ഒരു അടിപൊളി ആക്ട് ആണ് ശരിക്കും നമ്മളുടെ കേരള പഞ്ചായത്ത് രാജ് ആക്ട്. അപ്പൊ അതിലെ ശ്രദ്ധേയമായ സവിശേഷതകൾ: 1, ഗ്രാമസഭകളെ ശക്തിപ്പെടുത്തുക. 2, നിയോജക മണ്ഡലങ്ങളുടെ എണ്ണത്തിലും കമ്മിറ്റികളുടെ കാര്യത്തിലും പഞ്ചായത്തുകളുടെ ഘടനയിൽ മാറ്റങ്ങൾ. സുതാര്യതയ്ക്ക് ഊന്നൽ. എങ്ങനെയാ സുതാര്യത നടത്തുക? ഈ ഗ്രാമസഭയില് ഒരു പഞ്ചായത്ത് നടത്തുന്ന വികസന പരിപാടികളെല്ലാം തന്നെ അവതരിപ്പിച്ച് എന്താണ് ആളുകൾക്ക് മുമ്പിൽ ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് ഒക്കെ നടത്തും. അപ്പൊ സുതാര്യതയ്ക്ക് ഊന്നലുണ്ട്. ഓംബുഡ്സ്മാൻ, അപ്പലേറ്റ് ട്രൈബ്യൂണൽ പോലുള്ള സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നുണ്ട്. ഇതിന്റെ എന്താ പറയാ, പലതരത്തിലുള്ള അഴിമതി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി അന്വേഷിക്കാനും പരാതി സമർപ്പിക്കാനൊക്കെ വേണ്ടി ഓംബുഡ്സ്മാൻ, അപ്പലേറ്റ് ട്രൈബ്യൂണൽ പോലുള്ള പുതിയ സ്ഥാപനങ്ങൾ. ഓഡിറ്റിങ്ങിന് പുതിയ സംവിധാനം. തിരഞ്ഞെടുക്കപ്പെട്ട പ്രവർത്തകർക്ക് കൂടുതൽ തീരുമാനമെടുക്കാനുള്ള അധികാരം. തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് കൂടുതൽ അധികാരം, ബ്യൂറോക്രാറ്റുകൾക്കല്ല, അതായത് ഉദ്യോഗസ്ഥർക്കല്ല, തിരഞ്ഞെടുക്കപ്പെട്ട പ്രവർത്തകർക്കാണ് കൂടുതൽ അധികാരങ്ങൾ. വിശാലമായ ജനപങ്കാളിത്തത്തിനുള്ള വ്യവസ്ഥകൾ കേട്ടോ. കേരളത്തിൽ എങ്ങനെയാ? 941 ഗ്രാമപഞ്ചായത്തുകളുണ്ട്, 152 ബ്ലോക്ക് പഞ്ചായത്ത് ഉണ്ട്, 14 ജില്ലാ പഞ്ചായത്ത് ഉണ്ട്, 87 മുനിസിപ്പാലിറ്റി ഉണ്ട്, 6 കോർപ്പറേഷൻ ഉണ്ട്. ഈ വാല്യൂസ് എല്ലാം പഠിച്ചു വെച്ചിട്ട് പോയാൽ മതി. 941 ഗ്രാമപഞ്ചായത്ത്,
152 ബ്ലോക്ക് പഞ്ചായത്ത്, 14 ജില്ലാ പഞ്ചായത്ത്, 87 മുനിസിപ്പാലിറ്റി, 6 കോർപ്പറേഷൻ. കേരളത്തിൽ 87 മുനിസിപ്പാലിറ്റികളും 6 മുനിസിപ്പൽ കോർപ്പറേഷനുകളും ഉണ്ട്. 13 മുനിസിപ്പാലിറ്റികളുള്ള എറണാകുളം ജില്ലയിലാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികൾ ഉള്ളത്. ഓക്കെ, ഇനി ഈ നമ്പേഴ്സ് ഒക്കെ ഒന്ന് പഠിക്കണം. അതായത് മിനിമം നമുക്ക് ഒരു ഗ്രാമസഭയിൽ 13 മെമ്പേഴ്സ് ഉണ്ടാവും. അത് 23 മെമ്പേഴ്സ് വരെ ആവാം. ഓക്കെ, ബ്ലോക്ക് പഞ്ചായത്ത് ആകുമ്പോൾ 12, ഏറ്റവും കൂടുതൽ മാക്സിമം ആയിട്ട് 22 വരെ ആവാം. ഏറ്റവും കുറവ് ഡിസ്ട്രിക്ട് പഞ്ചായത്തിൽ 16 മെമ്പേഴ്സും ഏറ്റവും കൂടുതൽ 32 മെമ്പേഴ്സ് വരെ ആവും. അങ്ങനെ തോന്നിയ പോലെ മെമ്പേഴ്സ് എടുക്കാൻ പറ്റില്ല എന്നർത്ഥം. ഓക്കെ, ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും കുറവ് 13, ഏറ്റവും കൂടുതൽ 23. ബ്ലോക്ക് പഞ്ചായത്തിൽ ഏറ്റവും കുറവ് 12, ഏറ്റവും കൂടുതൽ 22. ഡിസ്ട്രിക്ട് പഞ്ചായത്തിൽ ഏറ്റവും കുറവ് 16, ഏറ്റവും കൂടുതൽ 32. എന്താണ് ഗ്രാമപഞ്ചായത്തുകളുടെ വരുമാന സ്രോതസ്? അവരെന്ത് ചെയ്യും? ഒന്നാമത്തെ കാര്യത്തില് നമ്മുടെ ഈ ന്യായമായിട്ടൊരു തുക സംസ്ഥാന സർക്കാർ അവർക്ക് ഗ്രാൻഡ് ആയിട്ടൊക്കെ കൊടുക്കും. പിന്നെ അതുപോലെ പല പ്ലാനുകൾക്കും വേണ്ടിയുള്ള ഫണ്ടുകൾ കൊടുക്കും. അങ്ങനെ പിന്നെ അതുപോലെ തന്നെ അവർ കുറെ നികുതി പിരിച്ചെടുക്കും. ആ നികുതികൾ ഏതൊക്കെയാണെന്നുള്ള കാര്യം നോക്കണം. ഒന്ന് ഭൂനികുതി. ബന്ധപ്പെട്ട ഭൂമിക്കും കെട്ടിടത്തിന് ചുമത്തുന്ന നികുതിയാണ് ഭൂനികുതി എന്ന് പറയുന്നത്. അടുത്ത തൊഴിൽ നികുതി, പരസ്യ നികുതി, വിനോദ നികുതി, സേവന നികുതി, ഭൂമിയുടെ ഉടമസ്ഥാവകാശ കൈമാറ്റത്തിനുള്ള നികുതി. അതായത് ഒരാൾക്ക് വേറൊരാൾക്ക് വിൽക്കുമ്പോൾ നമ്മളൊരു ആ ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യുമ്പോൾ ഒരു നികുതി ഉണ്ട്. അപ്പൊ അത് വീണ്ടെടുത്ത ഭൂമിയുടെ നികുതി, അല്ലെങ്കിൽ നെൽവയലുകളിൽ നിന്ന് പരിവർത്തനം ചെയ്ത ഭൂമി. അതായത് ഇപ്പം ഭൂമി തരം മാറ്റുക എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ചെയ്ത് വീണ്ടെടുത്ത ഭൂമിയുടെ നികുതിയും ഇവർക്ക് വാങ്ങിക്കാവുന്നതാണ്. ഓക്കെ, ഇതൊക്കെ ഒന്ന് നോക്കി വെച്ചിട്ട് പോയേക്കണം കേട്ടോ. എങ്ങനെ ക്വസ്റ്റ്യൻ വരാമെന്ന് നമുക്ക് അറിയില്ല. ഈ ചോദ്യം നോക്കിയാൽ ഇത് നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളുടെ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ കേരളത്തിലെ 2 പഞ്ചായത്തുകൾ മാത്രമുള്ള ബ്ലോക്ക് കോഴിക്കോടാണ് കേട്ടോ. കോഴിക്കോടാണ്. 2 പഞ്ചായത്ത് മാത്രമുള്ള ബ്ലോക്കാണ് കോഴിക്കോട്. പിന്നെ ഈ സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് ജാഗ്രത എന്ന് പറഞ്ഞിട്ടുള്ള സമിതികൾ ഗ്രാമസഭകളുടെ നേതൃത്വത്തിൽ രൂപീകരിക്കാറുണ്ട്. അപ്പോ ഈ ജാഗ്രതാ സമിതി എന്ന് പറയുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ളതാണെന്ന് അറിയാവുന്നവർക്ക് സുഖമായിട്ട് ഇതിന്റെ ഉത്തരം കണ്ടെത്താനായിട്ട് പറ്റും. ബാധകമല്ലാത്തത് ഏത് എന്നാണ്. അപ്പം മൂന്നാമത്തെ എന്തായാലും വരാൻ സാധ്യത. എലിമിനേഷൻ ടെക്നിക്സ് നിങ്ങൾക്ക് ഈ ഇതിലൊക്കെ ഉപയോഗിക്കണം കേട്ടോ. കാരണം എല്ലാം പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോവാന്ന് പറയുന്നത് നടക്കാൻ പോണ കേസല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ചൊക്കെ നിങ്ങൾക്ക് എലിമിനേഷൻ ടെക്നിക്കുകളും ഉപയോഗിക്കാം. വയോജനങ്ങളെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് എന്താണ്? ഒരിക്കലും വരാൻ സാധ്യതയില്ലാത്ത കാര്യമാണ്. കാരണം അത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ 3 ഓപ്ഷൻസ് ഏതൊക്കെയാ? ഈ ഒരു ഓപ്ഷനിൽ 3 ഉണ്ട്, ഈ ഒരു ഓപ്ഷനിൽ 3 ഉണ്ട്. ഈ 3 ഓപ്ഷൻ തന്നെ നോക്കണം. ഇതിലെ 2ഉം ഇതിലെ 4ഉം ആണ് ഉള്ളത്. അപ്പോ 4 എന്തായാലും ഉൾപ്പെടാനായിട്ട് സാധ്യതയില്ല. കാരണം എന്താ? സ്ത്രീകൾക്കെതിരായ അക്രമങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുക. പ്രധാനമായിട്ടും അത് ഉദ്ദേശിക്കുന്നത്, ജാഗ്രത ഉദ്ദേശിക്കുന്നത് തന്നെ എന്താണ്? സ്ത്രീകൾക്കെതിരായ അക്രമങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഒരു സമിതി എന്താണ്? അവര് വനിതാ സംരക്ഷണ നിയമം രൂപീകരിക്കോ? ഇല്ല. അവര് ആ സമിതി എന്ന് പറഞ്ഞാൽ ആ നിയമത്തിനനുസരിച്ച് പ്രവർത്തിക്കുകയാണ് ചെയ്യുക. അപ്പൊ അത് കോമൺ സെൻസ് വെച്ച് ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആലോചിക്കാം. ഇതിന്റെ ഒപ്പം വരാൻ സാധ്യതയുള്ളത് 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, നിങ്ങളിത് ചെയ്ത് പഠിക്കുക. മാക്സിമം എലിമിനേഷൻ ടെക്നിക്സ് ഉപയോഗിച്ച് പഠിക്കുക. അപ്പൊ തന്നെ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് മാക്സിമം പഠിച്ചു കഴിഞ്ഞാൽ തന്നെയാണ് എന്താണ് അത് ചെയ്ത് പെർഫെക്ഷനിലേക്ക് വന്ന് നെഗറ്റീവ് കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. ആദ്യങ്ങളിലൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് നെഗറ്റീവ് കയറി വരും. അതായത് നിങ്ങൾ പരീക്ഷയ്ക്ക് ആദ്യം ഫ്രഷ് ആയിട്ട് പോയിട്ട് എലിമിനേഷൻ ടെക്നിക്സ് നോക്കരുത്. പകരം വീട്ടിലിരുന്ന് ആഴ്ചയിൽ ഒരു 3 മോക്ക് ടെസ്റ്റ് എങ്കിലും എഴുതി. ഇഷ്ടം പോലെ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് കിട്ടും അല്ലെ? 10th ലെവലിലുള്ള മോക്ക് ടെസ്റ്റുകൾ എഴുതിയാൽ മതി. നിങ്ങളുടെ സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ടാവില്ല എന്നല്ലേ ഉള്ളൂ. അത് ചെയ്ത് പഠിച്ച് എലിമിനേഷൻ ടെക്നിക്സിനെ വരുതിയിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റിൽ വളരെ മുന്നിലോട്ട് എത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പൊ അത് ശ്രമിക്കുക കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്ക്. കേരളത്തിലെ പഞ്ചായത്ത് രാജ് സംവിധാനം
സ്ത്രീകൾക്ക് നൽകുന്ന പ്രത്യേക പരിഗണനയിൽ വരാത്തത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തിട്ടേക്കണം കേട്ടോ. വരാത്തത് ജനപ്രതിനിധി സ്ഥാനങ്ങളിലേക്ക് മാത്രം 50% സംവരണം. ജനപ്രതിനിധി സ്ഥാനങ്ങളിലേക്ക് മാത്രമാണോ? അല്ല, ജനപ്രതിനിധി സ്ഥാനങ്ങളിലേക്ക് മാത്രമല്ല, പദവികളിലേക്കും ഉണ്ട്. ഇപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുക, അത്തരത്തിലുള്ള പദവികളിലേക്ക് കൂടി എന്തുണ്ട്? സംവരണമുണ്ട്. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരി. നോക്കൂ, ഇതിൽ ഞാൻ നിങ്ങൾക്ക് എലിമിനേഷൻ ടെക്നിക്കിന്റെ ഒരു കാര്യം പറഞ്ഞു കേട്ടോ. നല്ലൊരു ചോദ്യം. നോക്ക്, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ജനപ്രതിനിധികളിലേക്ക് ജനപ്രതിനിധി സ്ഥാനങ്ങളിലേക്ക് മാത്രം 50% സംവരണം. ഇവിടെ ജനപ്രതിനിധി സ്ഥാനങ്ങളിലേക്കും പദവികളിലേക്കും 50% സംവരണം. ഇത് രണ്ടും കൂടി ഒരുമിച്ച് ഒരിക്കലും വരില്ല അല്ലെ? ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ ഇത് തെറ്റാവും, അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്നുണ്ടെങ്കിൽ ഇത് തെറ്റാം അല്ലെ? രണ്ടും കൂടി ഒരുമിച്ച് ഒരിക്കലും ശരിയാവാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഒന്ന് രണ്ടും കൂടി ഒരുമിച്ചുള്ള ഓപ്ഷനുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ആദ്യം തന്നെ കട്ട് ചെയ്തോ. ഓക്കെ, ആ ഓപ്ഷൻ അപ്പൊ തന്നെ നിങ്ങൾ കട്ട് ചെയ്യണം. മനസ്സിലായോ? അപ്പൊ ഇവിടെ എന്താണ്? മാത്രം 50% അല്ല, നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുക, അങ്ങനത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, അങ്ങനത്തെ സംഭവങ്ങളിലേക്കും കൂടി, പദവികളിലോട്ടും കൂടി എന്തുണ്ട്? സംവരണം ഉണ്ട്. ഓക്കെ, അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്തായാലും ഉണ്ടാവണം. ഐ മീൻ പരിഗണനയിൽ വരാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തായാലും ഉണ്ടാവണം. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇല്ലാത്തതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ആൻസർ കിട്ടി 1 and 4. ഓക്കെ, 1 and 4. ആ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോക്കിയേ. വനിതാ ജനപ്രതിനിധികൾക്ക് തുടർച്ചയായി 2 തവണ ഒരു മണ്ഡലത്തെ പ്രതിനിധീകരിക്കാൻ അവകാശം. അതെന്തായാലും ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അല്ലേ? എങ്ങനെയാണ് ഒരു വനിതാ പ്രതിനിധിക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് രണ്ടാമത് അവിടെ തന്നെ പ്രതിനിധീകരിക്കാൻ അവകാശം ഉണ്ടെന്നാ പറയണേ. അത് തെറ്റാണ്. അങ്ങനെ പ്രത്യേകിച്ച് അവകാശമൊന്നും നൽകാനായിട്ട് സാധിക്കില്ല. ഇതൊരു ജനാധിപത്യ സമൂഹമാണ്. ഓരോ തവണയും തെരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാർക്ക് തന്നെയാണ് അവിടെ ഭരിക്കാനായിട്ട് സാധിക്കും കേട്ടോ. അടുത്തത് ഈ വനിതാ ഘടക പദ്ധതി. ഇതൊക്കെ ഞാൻ എടുത്ത് പ്രത്യേകം പഠിപ്പിക്കാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം വളരെ ഡീപ്പ് ആയിട്ടുള്ള സംഭവമാണ്. അത് ക്വസ്റ്റ്യൻസ് കാണിച്ച് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെച്ചത് കേട്ടോ. വനിതാ ഘടക പദ്ധതി എന്ന് പറഞ്ഞാൽ വിമൻസ് കമ്പോണന്റ് പ്ലാൻ എന്ന് പറയും. അതായത് വനിതകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് എപ്പോഴും എന്താണ് ഒരു പ്രത്യേകതരം പണം മാറ്റി വെക്കും. ഓക്കെ, അതിനെയാണ് വനിതാ ഘടക പദ്ധതി എന്ന് പറയാം, വിമൻസ് കമ്പോണന്റ് പ്ലാൻ. അപ്പൊ ഒരു 10% പണം എപ്പോഴും മാറ്റി വെക്കണമെന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഒരു 10% എന്ത് ചെയ്യണം? മാറ്റി വെക്കണം. അപ്പൊ നമ്മൾ ചോദിച്ചിരിക്കുന്നത് പ്രസക്തമല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ നോക്കുക, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ 10% പദ്ധതി വിഹിതം മാറ്റിവെക്കണം. അത് ശരിയായിട്ടുള്ളതാണ്. അപ്പൊ ഒന്നുള്ള ഓപ്ഷൻസ് ഒക്കെ കട്ട് ചെയ്തു. രണ്ടെന്താണ്? സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായിരിക്കണം ഈ പണം ഉപയോഗിക്കേണ്ടത്. 2 കറക്റ്റ് ആണ്. അപ്പൊ രണ്ടുള്ള ഓപ്ഷനും വെട്ടിക്കളഞ്ഞേക്ക്. അപ്പൊ തന്നെ ആൻസർ കിട്ടി. അടുത്തതൊന്ന് നോക്കിയേ. പൊതു ആവശ്യങ്ങൾക്കും കൂടി അനിവാര്യ ഘട്ടത്തിൽ വനിതാ ഘടക പദ്ധതി പണം ഉപയോഗിക്കാം. ഇത് എന്തായാലും തെറ്റല്ലേ? കാരണം ഇങ്ങനെ തരം മാറ്റി ചുമ്മാ ചെലവിടാൻ പാടില്ല. ആ 10% മാറ്റി വെച്ച് കഴിഞ്ഞാൽ 10% എന്തായാലും സ്ത്രീകൾക്ക് വേണ്ടി തന്നെ ഉപയോഗിച്ചിരിക്കണം. ഓക്കെ, അത് വേറൊരു ആവശ്യം വന്നു എന്ന് പറഞ്ഞാൽ അത് മാറ്റാനായിട്ട് പാടില്ല. അടുത്ത് നോക്ക്, വനിതാ ഘടക പദ്ധതി തയ്യാറാക്കേണ്ടത് ICDS സൂപ്പർവൈസർ ആണ്. അതെന്തായാലും തെറ്റായിരിക്കും. ഓക്കെ, അങ്ങനെ പദ്ധതി തയ്യാറാക്കാനുള്ള അവകാശമൊന്നും ICDS സൂപ്പർവൈസറിന് ഇല്ല. ഇതൊക്കെ ഇവർ പഞ്ചായത്ത് ഒരുമിച്ച് തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അവിടെ ഓപ്ഷൻസ് D, 3 and 4 ആണ് വരുന്നത്. ഓക്കെ, നോക്ക്, റലേഗൻ സിദ്ധി നമ്മുടെ അന്ന ഹസാരയുടെ ഗ്രാമമാണ്. അതായത് അദ്ദേഹം ആ ഗ്രാമത്തിലുള്ളവർക്ക് വളരെയധികം സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങളും ഒരുപാട് ക്രിമിനൽ ആക്ടിവിറ്റി ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു. ആളുകളെ പക്ഷെ സ്വയം തൊഴിലിലൊക്കെ ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ച് അന്ന ഹസാരയുടെ നേതൃത്വത്തിൽ ഉണ്ടായ ഒരു നല്ലൊരു ഗ്രാമമായിട്ട് അത് മാറുകയാണ്. അത് നമ്മുടെ SCERT ഉള്ള പോയിന്റ് ആണ്. അപ്പൊ റലേഗൻ സിദ്ധി ഏത് സംസ്ഥാനത്താണെന്നാണ് ചോദ്യം. അത് ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്രയിലാണ് കേട്ടോ. അപ്പം നമ്മൾ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിനെ പറ്റിയിട്ട് ഒരു അത്യാവശ്യം നന്നായിട്ട് നോക്കിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടിയൊക്കെ നമുക്ക് പതുക്കെ ക്ലാസ്സുകളിലായിട്ട് ഞാൻ കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ
നിങ്ങൾ ഈ ഒരു ക്ലാസ്സിൽ തന്നെ മിക്കവാറും എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഒരു 4 മാർക്കെങ്കിലും നിങ്ങൾക്ക് കിട്ടേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ബേസ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അടുത്ത ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നമ്മൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും കൂടി കൊണ്ടുവരാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നല്ലൊരു പോസ്റ്റ് ആണ്. ഓക്കെ, നല്ലൊരു അവസരമാണ്. ഒരിക്കലും വേസ്റ്റ് ആക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 3 തവണയെങ്കിലും മോക്ക് ടെസ്റ്റുകൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കേട്ടല്ലോ, മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് തന്നെ നമ്മൾ പെർഫെക്റ്റ് ആവുള്ളൂ. പ്രത്യേകിച്ചും ഓപ്ഷൻസിനെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ നോക്കി, എലിമിനേറ്റ് ചെയ്യാനൊക്കെ നോക്കി ഉത്തരം കണ്ടെത്താൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായി പഠിക്കാം. താങ്ക് യു.